കൊല്ലം ചവറയിൽ മടപ്പള്ളി സ്വദേശി അനിലിന്റെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ മുഖംമൂടി സംഘം ആക്രമണം നടത്തിയത്. വീട്ടിലെത്തിയ സംഘം അസഭ്യവർഷത്തോടെ കയ്യിൽ കിട്ടിയതെല്ലാം നശിപ്പിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും വീട്ടിലുണ്ടായിരുന്ന കസേരകളും ജനലും അക്രമി സംഘം പൂർണ്ണമായും അടിച്ചു തകർത്തു. 1.5 വർഷം മുൻപ് അനിലിന്റെ കാർ പ്രദേശവാസിയുടെ ബൈക്കിൽ തട്ടിയത് കേസായിരുന്നു. പരാതിക്കാരന് 5000 രൂപ നൽകി കേസ് ഒത്തുതീർപ്പാക്കി. എന്നാൽ പരാതിക്കാരനായ പ്രദേശവാസി വീണ്ടും പണം ആവശ്യപ്പെട്ടു. പണം നൽകാതിരുന്നതിനാൽ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും അനിൽ പറയുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയാണ് വീട് കയറിയുള്ള ആക്രമണമെന്നാണ് അനിലിന്റെ പരാതി. കുറേ ബഹളം വെച്ചു. അവസാനം അമ്മമാരെ കമ്പിപ്പാരയും ഒരു വടിവാൾ കണക്കുള്ള ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അമ്മമാർ കാറ് ഇതെല്ലാം കുത്തി പൊട്ടിച്ച് ചില്ല് നാല് സൈഡിൽ ചില്ലടിച്ച് പൊട്ടിച്ച് ബോണറ്റ് എല്ലാം അടിച്ച് പൊട്ടിച്ച് അത് ഗ്യാസ് സിലിണ്ടർ അപ്പുറത്ത് കിടപ്പുണ്ട് സാർ. ആ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് ഒരു 10-15 മിനിറ്റോളം ഇവന്മാർ വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ഇവന്മാർ മതിലി അങ്ങ് പോകുമായിരുന്നു. അപ്പം അപ്പുറത്ത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പുറത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വരികയും ഇവന്മാരെല്ലാം ഈ കമ്പിപ്പാര കൊണ്ട് അവരെല്ലാം ഓട്ടിക്കുകയും ചെയ്തു അടിച്ചുകൊണ്ട്. പിന്നെയാണ് ഞങ്ങൾ ഉടനെ സ്റ്റേഷനിൽ വിളിക്കുകയും പിന്നെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ MLAയുടെ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറിന് ഉടനെ വിളിക്കുകയും സാർ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുകയും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വരികയും അവർ വേണ്ട കാര്യങ്ങളിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 5:30 വരെ ഞങ്ങളുടെ കൂടെ ആ പോലീസുകാരെല്ലാം ഉണ്ടായിരുന്നു അവിടെ. സമീപ പ്രദേശങ്ങളിലെ CCTV-കൾ കേന്ദ്രീകരിച്ച് ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സീ മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.